KPCCക്ക് അങ്ങനെ കൊതിച്ചു കൊതിച്ച് കാത്തിരുന്ന് സണ്ണി ജോസഫ് എന്ന നായകൻ. സണ്ണി ജോസഫ് ഇങ്ങനെ മലയോര പ്രശ്നങ്ങളുടെയൊക്കെ വലിയ ആവേശമായി മാറും. KPCCക്ക് പുതിയ നായകനായി KPCC ഷാഫി പറമ്പിലും അടൂർ പ്രകാശും ഒക്കെ വന്ന് ഇനി പുതിയൊരു രീതിയിൽ വരുമെന്ന് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസിന്റെ നിലവിലുള്ള അവസ്ഥകളെ വലിയ രീതിയിൽ ആവേശത്തിലാക്കുന്ന പരിഹാരം കണ്ടെത്താവുന്ന രീതിയിലാണോ സണ്ണി ജോസഫ് എന്ന നായക പരിവേഷത്തിന്റെ പ്രവേശനം? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കാരണം സണ്ണി ജോസഫ് സുധാകരൻ പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഒട്ടും മനസ്സോടെ ആ പടവുകൾ വേച്ച് ഇറങ്ങിപ്പോയി. പടവുകൾ തിരിച്ചു കയറുന്നത് സുധാകരന്റെ വിശ്വസനീയനായ സണ്ണി ജോസഫ് എന്നുള്ളത്. ആ ഒരു സുധാകരന് ഒരു അനുകൂല ഫാക്ടറായി മാത്രം അത് മാറുമ്പോൾ ഈ നാട്ടിൽ നമുക്കെല്ലാവർക്കും അറിയാം KPCC അധ്യക്ഷന്റെ ചുമതലകൾ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു നായകൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും? പിണറായി വിജയനെതിരെ ശക്തമായി ആ ഒരു ഹാൻഡിലിംഗ് അങ്ങനെ തന്നെ നിർത്തുക. മൂന്നാം ഊഴത്തിലേക്ക് പോകുന്ന പിണറായി സർക്കാരിനെ കടന്നാക്രമിക്കുക. കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളായ ഗ്രൂപ്പിസത്തെ, അഭിപ്രായ വൈരുദ്ധ്യത്തെ പല നേതാക്കന്മാരും ഇപ്പോഴും ഉണ്ട് എന്നുറക്കെ പറയുമ്പോഴും പകൽ വെളിച്ചം പോലെ തുറന്നു കാണുന്ന ആ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ ഒക്കെ ചേർത്ത് നിർത്താൻ മാത്രം സണ്ണി ജോസഫിന് ഒരു കെൽപ്പുണ്ടോ എന്നുള്ളതാണ്. ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തീരുമാനമായി സണ്ണി ജോസഫ് വരുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് സണ്ണി ജോസഫിന് എത്രമാത്രം ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. സണ്ണി ജോസഫ് ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങളെ, ഒരു DCC പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ട് അദ്ദേഹം, എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്ത് ഒരു പാരമ്പര്യമില്ലാത്ത സണ്ണി എങ്ങനെ ഈ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതാണ്. 21 സീറ്റിൽ ഒതുങ്ങിപ്പോയ കോൺഗ്രസ് ഉണ്ട് UDF മുന്നണി സംവിധാനത്തിൽ. അത് ഇനി വലിയ ദൂരം പിന്നിട്ടിട്ട് വേണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM എന്ന് പറയുന്ന വലിയ ശക്തിയെ കീഴടക്കാൻ. മാത്രവുമല്ല UDFൽ കോൺഗ്രസ് ഒരു വൈരുദ്ധ്യമായി നിൽക്കുന്നു. കേഡർ സംവിധാനത്തിലുള്ളൊരു പാർട്ടിയല്ല. ലീഗ് എപ്പോഴും ഇനിയും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഈ മുന്നണിയിൽ തുടരുന്നു. ലീഗിനെ കണ്ടു പഠിക്കേണ്ട സാഹചര്യം പലപ്പോഴും ഈ പാർട്ടിക്ക് ഉണ്ടാക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ സണ്ണി എന്ന നായകൻ എന്താക്കും ഇനി എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.